ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ ഒരു വ്യത്യസ്തമായ വീഡിയോ ആണോ ചോദിച്ചാൽ അതൊന്നും അല്ല കേട്ടോ. എന്നും സാധാരണ വീഡിയോ ഇടുന്ന പോലത്തെ പതിവ് പോലത്തെ ഒരു കുഞ്ഞു വിശേഷങ്ങളും വീഡിയോ ഒക്കെ ആയിട്ടാട്ടോ ഞാൻ വന്നത്. അങ്ങനെ രാവിലെ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ആവശ്യത്തിനുള്ള പൊടിയൊക്കെ ഇട്ടാണ്ട് ദോശക്കുള്ള അരിയൊക്കെ ഞാൻ മാവ് അരച്ചെടുത്തായിരുന്നു. ഈ ഒരു വള നോക്കി നിങ്ങൾ 3 വള ഉണ്ടായിരുന്നു കേട്ടോ, കുപ്പിവള. അതിൽ വിഷ്ണു ഇത് പൊട്ടണതാണോ കുപ്പിവളയാണോ സംശയം തീർക്കാൻ വേണ്ടി എൻ്റെ കയ്യുമ്മ വെച്ചെന്നെ ഒന്ന് പൊട്ടിച്ചു. ഭാഗ്യത്തിന് കൈ മുറിഞ്ഞില്ല, അല്ലെങ്കിൽ കാണുന്നു. അതുകൊണ്ട് തന്നെ ഒന്ന് സാധാ പൊട്ടി, ഒന്ന് കടന്നപ്പോൾ പൊട്ടി, ഒന്ന് ഇതാക്കണ് വിഷ്ണു ഒന്ന് പൊട്ടിച്ചു. ഇനി 3 കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ 6 വള വാങ്ങിയെന്നു. അതും അഖണ്ഡത്തിന് പോയെന്ന് വാങ്ങിയതേന്നു കേട്ടോ. അഖണ്ഡനാമത്തിന് പോയെന്ന് വാങ്ങിയതേന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ ദോശ ചുട്ടെടുക്കാനും തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വിറക് പോയി കൊണ്ടുവരാൻ വേണ്ടി പോയതായിരുന്നു. പുറത്തേക്ക് ചുള്ളൽ വിറക് വേണം, അതെടുക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. പിന്നെ രാവിലെ തന്നെ ഞാൻ കുളിക്കണതിൻ്റെ മുന്നേ തന്നെ അടുപ്പിൽ തീയൂട്ടിന്. വേറെ ഒന്നുമല്ല, നടുവേദന വീണ്ടും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നടുവേദന ഗുളിക കുടിച്ചാരങ്ങോട്ട് മാറിയതായിരുന്നു, പക്ഷെ പിന്നെയും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം രാവിലെ കുളി ആയതുകൊണ്ട് തന്നെ ഞാൻ നല്ല തണുത്ത വെള്ളത്തിലല്ലേ കുളിക്കുള്ളൂ, പച്ചവെള്ളത്തിൽ. അപ്പം ഇന്ന് രാവിലെ ഞാൻ എണീറ്റാണ്ട് ആദ്യം ഞാൻ ഈ ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ടോ കുളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കിയാണ്ട് വെള്ളം ചൂടായായിരുന്നു ഞാൻ കുളിച്ചത്. വെള്ളം ചൂടാക്കിയാണ്ട് കുളിച്ച നടുവേദന ഒന്ന് ശരിയാവട്ടെ എഴുതി ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടാവും. അപ്പോൾ എപ്പോഴും ഗുളികയും മരുന്നും കുടിക്കാൻ വയ്യ എഴുതിയിട്ടാണ് കേട്ടോ. ചേച്ചി അതാ കുളിയൊക്കെ കഴിഞ്ഞാണ്ട് ചായക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ചായ എടുത്ത് കുടിക്കണം. കടി ആയിട്ടില്ല, കടി ആവണുള്ളൂ. ഇനിയിപ്പോൾ ഇതൊക്കെ കറി ഉണ്ടാക്കണം. കറി ചട്നി ആട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ പച്ചക്കറിക്കൊട്ട കാലിയാണ്. ഇന്നലെ കടയിൽ പോയപ്പോൾ പച്ചക്കറി എന്തെങ്കിലും വേണോ ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട, പച്ചക്കറി ഇനിയിപ്പോൾ നാളെ, അതായത് ഇന്ന് ബുധനാഴ്ചയാണല്ലോ, ഇന്നത്തെ വീഡിയോ തന്നെ കേട്ടോ, ഇന്നത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ ഇന്ന് ബുധനാഴ്ചയാണല്ലോ, ഇന്ന് പച്ചക്കറി വരും. അപ്പോൾ അങ്ങനെ വാങ്ങാമെന്നും പറഞ്ഞു കേട്ടോ. ഇന്നലെ ഞാനൊരു നാളികേരം പൊളിച്ചായിരുന്നു. അതിൻ്റെ ഒരു മുറി നാളികേരം മുറി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, മാറ്റി വെച്ചായിരുന്നു. അപ്പോൾ ആ ഒരു മുറി നാളികേരം കൊണ്ടാണ് ഇനി ചട്നി ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ പൊളിച്ചിട്ട് വേണം, കത്തിയെടുത്ത് പൊളിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേനും സമയം പോകും. അപ്പോൾ നാളികേരം ഉണ്ടെങ്കിൽ ഒന്നിച്ച് അങ്ങനെ ഒന്നായിട്ട് പൊളിച്ച് വെക്കലാട്ടോ. പൊളിച്ച് വെച്ചതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ദോശ ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുന്ന തിരക്കിലാണ്. ഇനി ബാക്കിയുള്ളതൊക്കെ ചുട്ടെടുക്കാൻ നോക്കട്ടെ. ഈ ഒരു അരി, ചില റേഷൻ കടയത്തെ അരി, ചില റേഷൻ കടയത്തല്ല, റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ചില അരികളൊന്നും നന്നാവില്ല കേട്ടോ. ദോശ ചിലപ്പോൾ ചുട്ടാലും ശരിയാവില്ല. പക്ഷേ ഈ അരി അങ്ങനെയല്ല കേട്ടോ. ദോശ ചുട്ടിട്ട് നല്ല ദോശ, അടിപൊളി ദോശ. ഇന്നാളെ ഞങ്ങൾ കൊണ്ടുവന്ന വിറക് എന്നിട്ടത് ഇതൊന്ന് എടുക്കൽ തുടങ്ങിയിട്ട്, എടുത്തെടുത്ത് ഈ ഒരു ഭാഗം മുഴുവൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അപ്പുറത്തൊന്നും എടുക്കലില്ല. ഈ ഒരു ഭാഗം മാത്രം എടുത്തിട്ട് ഇവിടെ ഒരു കുഴി പോലെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ ദോശയൊക്കെ ആകുമ്പോൾ ചുള്ളൽ വിറകാണ് ഏറ്റവും നല്ലത്. നല്ല കനമുള്ള കുള്ളിയൊന്നും ഇട്ടാണ്ട് ദോശ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ദോശ എളുപ്പത്തിൽ കരിഞ്ഞു പോകും. അപ്പോൾ കുറച്ച് തീയല്ലേ നമുക്ക് ആവശ്യമുള്ളൂ. അതുകൊണ്ട് കുറച്ച് ചുള്ളൽ വിറക് കൊണ്ടുപോയി വെക്കട്ടെ കേട്ടോ. ഇന്നാൾ രാത്രി ഇവിടെ ഒരു ചെറിയ പാമ്പിനെ കണ്ടായിരുന്നു പറഞ്ഞു. അത് ചെറിയൊരു ശംഖുവരയൻ പാമ്പൊക്കെ ഉണ്ടല്ലോ, ഒരു കറുപ്പ് അതിന്മേൽ വെള്ള വര. പക്ഷേ അതിനെ ഒന്നും ചെയ്യാനൊന്നും കഴിഞ്ഞില്ല കേട്ടോ. കണ്ടു, പക്ഷെ ഞങ്ങൾ കുറേ തിരഞ്ഞു കേട്ടോ, പാമ്പ് അതിൽ പോയി എവിടെയാണെന്നൊക്കെ നോക്കാൻ. പക്ഷെ അവിടെ ആളെ കണ്ടില്ല. ആളെ കണ്ടാണ്ട് ദൂരത്തേക്കൊക്കെ കൊണ്ട് കളയുകയാണെങ്കിൽ അത്രയും ആശ്വാസം. ആളില്ലാത്തടത്തൊക്കെ കൊണ്ടുപോയി കളയുകയാണെങ്കിൽ. പക്ഷേ ആളുള്ളിടത്ത് അങ്ങനെ പാമ്പിനെ കാണുമ്പോൾ ഒരു പേടിയാണ്. അതുകൊണ്ട് വിറക് എടുക്കുന്ന സമയത്തൊക്കെ നല്ല പേടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വിറക് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ എപ്പോഴും ഒരേപോലെ ആവില്ലല്ലോ, എന്നാലും പേടിയാണ്. പേടി ഇല്ലാത്തൊരു മനുഷ്യനും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ദോശ ചുടലൊക്കെ കഴിഞ്ഞു കേട്ടോ. ദോശ ചുട്ടു. ഞാൻ ദോശ കലക്കി പറഞ്ഞ പാത്രം ഉണ്ടല്ലോ, മാവ് ഒഴിച്ച് വെച്ച പാത്രം, ആ പാത്രങ്ങളൊക്കെ കഴുകണം. ദോശ ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഇനി കറി ഉണ്ടാക്കാൻ നിൽക്കട്ടെ. ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാതും വേണം അടുപ്പത്ത് വെച്ച് വേവിക്കാൻ. ഞാൻ കഞ്ഞിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കഞ്ഞിക്കുള്ള വെള്ളമൊക്കെ വെച്ച് അത് വാങ്ങി വെച്ചു. പിന്നെ ചീനച്ചട്ടി കഴുകാണ്ടായിരുന്നു. ഈ ചട്ടി കഴുകാനായിരുന്നു. അത് കഴുകി കൊണ്ടുവന്നാണ്ട് ചീനച്ചട്ടിക്ക് പാകത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താണ്ട് ആവശ്യത്തിനുള്ള കടുകൊക്കെ ചേർത്ത് കൊടുത്താണ്ട് അരച്ച് നാളികേരം, അതിൻ്റെ ഇടയിൽ നാളികേരം ചിരവലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചിരവൽ കഴിഞ്ഞു, അരക്കൽ കഴിഞ്ഞു. ചട്നി ആക്കി എടുക്കാൻ കേട്ടോ. ഒരു മുറിയുള്ളേനു. പിന്നെ കറി വിഷ്ണുവിനൊക്കെ നല്ലോണം കറി ആവശ്യം കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം വെള്ളം വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഉണ്ടാവില്ല. പിന്നെ വേറെ കറി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വേണം. ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ നാളികേരത്തേക്ക് കുറച്ച് വെള്ളം കൂട്ടിയാണ്ട് പാകത്തിനുള്ള എരിവും ഉപ്പൊക്കെ ആക്കിയാണ്ട് ചട്നി ഉണ്ടാക്കി എടുത്തിട്ട് ഇന്നിപ്പോൾ അങ്ങനെ പോട്ടെ. എന്നും ഒരേപോലെ ആവില്ലല്ലോ, ഉള്ളവരും ഉണ്ടാവും ഇല്ലാത്തവരും ഉണ്ടാകും. അതുകൊണ്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് തിന്നുക.
പിന്നെ എപ്പോഴും നല്ല ടേസ്റ്റിൽ തിന്നാനും പറ്റൂലല്ലോ, അതുകൊണ്ട് കുറച്ച് വെള്ളം കൂട്ടി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ഞാൻ കഞ്ഞിക്കുള്ള വെള്ളം വീണ്ടും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി വീതലൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയാണ്ട് അരി ഇടണം. അരി ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം അരിച്ചാക്ക് നോക്കിട്ടോ. അരിച്ചാക്ക് നോക്കിയപ്പോഴാണ് ഐശ്വര്യ പറഞ്ഞത് ഇനി വെക്കാനൊന്നും അരിയില്ലല്ലോ എന്ന്. സത്യം പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് ഗതികേടായി, ഇടങ്ങാറായി. ഇന്നലെ പീടികയ്ക്ക് എന്തെങ്കിലും വേണോ, സാധനം വേണോ ചോദിച്ചപ്പോൾ ഒന്നും വേണ്ട പറഞ്ഞേന്നു. പക്ഷേ അരി ഇല്ലാത്ത കാര്യം ഞാനും മറന്നാണ്, ഓളും മറന്നാണ്. വൈകുന്നേരത്ത് ഓളാണ് കേട്ടോ ചോറിനുള്ള അരിയൊക്കെ ഇടൽ. പിന്നെ രാവിലത്തെ കാര്യം ഞാനും നോക്കും. പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ അതിൻ്റെ കാര്യം വിട്ടിട്ടുണ്ട് കേട്ടോ, ഓളും വിട്ടിട്ട്. അതുകൊണ്ട് തന്നെ അരി പിന്നെ തിരഞ്ഞതാ എടുത്ത വെച്ച അരി കുറച്ചുണ്ടായിരുന്നു കേട്ടോ, മാറ്റി വെച്ച അരി. അങ്ങനെ ആ അരി എടുത്തു. പിന്നെ മട്ടരി ഉണ്ടല്ലോ, അത് കുറച്ചുള്ള ആയിട്ട് തികയൂല ഇത്. അതുകൊണ്ട് തന്നെ പഴയ ലേസ അരി ഉള്ളതുകൊണ്ട് അതെടുത്ത് ചോറ് വെച്ച്. ഞങ്ങളിങ്ങനെ ചാക്കിൻ്റെ അടിയാകാൻ നേരത്ത് അത് വേറെ കീസിക്ക് മാറ്റി വെക്കും, കുടുങ്ങുമ്പോൾ അതെടുക്കാമല്ലോ എന്ന് കരുതും കേട്ടോ. അങ്ങനെ അരി ഇല്ല ഇനി. എന്നിട്ട് ഇന്ന് കടയിൽ പോയി ഇന്ന് വെക്കാൻ വൈകുന്നേരത്തിന് ചോറൊക്കെ വെക്കാൻ നേരത്ത് വെള്ളം അടുപ്പത്തിട്ടായിരുന്നു. ആ ഒരു സമയത്ത് കടയിലേക്കൊക്കെ പോയി അരി കൊണ്ടുവന്നാണ്ട് പിന്നെ ഇന്ന് ചോറ് വെച്ചത് കേട്ടോ. ഇനിയിപ്പോൾ റേഷൻ കടയിൽ നിന്ന് അയച്ചങ്ങനെ കിട്ടിയിട്ട് വേണം. അങ്ങനെ അത് അരിയൊക്കെ നന്നായിട്ട് ചൂടുവെള്ളത്തിലും പച്ചവെള്ളത്തിലും പറഞ്ഞ് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് കൈകൊണ്ട് വാരിയിടുകയാണ് കേട്ടോ. പറയാൻ പറ്റില്ല, അടിയിൽ ചെറിയ കല്ലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങനെ പോയിക്കോട്ടെ എന്നും കരുതി. പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടാവുമല്ലോ എന്ന് എനിക്കറിയില്ല മക്കളെ. എന്നും പതിവ് പോലെ ആയതുകൊണ്ട് തന്നെ കൂട്ടുകാർക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ആയിട്ട് തോന്നും നമ്മളെ വീഡിയോ കണ്ടാൽ. ദിവസം തന്നെ അല്ലേ എന്നൊക്കെ പറഞ്ഞാണ്ട്. എന്തായാലും കാണുന്ന കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് അടിക്കണേ. 2 നാഴി അരി കേട്ടോ ഞങ്ങൾ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അളന്നെടുക്കൽ. അപ്പോൾ ഈ ഒരു അരി 2 നാഴി ഉണ്ടായപ്പോൾ മനസ്സിനൊരു സമാധാനം. അല്ലെങ്കിൽ ഞങ്ങൾ അയൽ വീട്ടിൽ നിന്ന് കുറച്ച് അരി വാങ്ങണം എന്ന് കരുതി നിൽക്കുകയെന്ന് ചോദിച്ചേന്ന് കേട്ടോ. അപ്പോഴാണ് ഈ ഒരു അരി കണ്ടതും ഇന്നത് മതി എന്നും വിചാരിച്ചത്. അതുകൊണ്ട് അങ്ങനെ ഈ ഒരു അരി ഇട്ടു. അല്ലെങ്കിൽ ഞങ്ങൾ വാങ്ങി വെച്ചേന്നു. ഞങ്ങൾ അങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ അയൽ വീട്ടിലൊക്കെ ചോദിച്ച് വാങ്ങും. അതേപോലെ ഓലും നമ്മളോണ്ട് ഓൽക്ക് എന്തെങ്കിലുമൊക്കെ ഇല്ലായ്മ കറിക്കായാലും വെളിച്ചെണ്ണ ആയാലും ഓയിലായാലും പഞ്ചസാര ആയാലും ഇല്ലെങ്കിൽ നമ്മളോട് വന്ന് ചോദിക്കട്ടോ. അതൊക്കെ ഒരു സന്തോഷം. അതുകൊണ്ട് പിന്നെ അത് വലിയ വിഷയമല്ല. അങ്ങനെ അരിയിടലൊക്കെ കഴിഞ്ഞു. ഇനി നന്നായിട്ട് തീയൊക്കെ ഒന്ന് കത്തിച്ച് കൊടുക്കട്ടെ. അരി കിടന്നിങ്ങോട്ട് വേവട്ടെ. പട്ടൻ്റെ വിറകായതുകൊണ്ട് തന്നെ വെണ്ണീര് എളുപ്പത്തിൽ അങ്ങോട്ട് ഉണ്ടാവുകയാണ്. അടപ്പ് ഇപ്പം തന്നെ നിറഞ്ഞ പോലെ ആയിന്. പിന്നെ ദോശച്ചട്ടി ഉണ്ടായിരുന്നു കേട്ടോ, വീതൽമ വെച്ചത് എണ്ണ പുരട്ടി വെച്ചിരുന്നു. അത് വീതലിൻ്റെ അടിയിൽ ഇറക്കി വെച്ചു. അങ്ങനെ കനുള്ള പുള്ളി പറഞ്ഞാൽ പട്ട തന്നെയാണ് കേട്ടോ, അതും കൂടെ ഇട്ട് കൊടുത്താണ്ട് കഴിഞ്ഞു. പിന്നെ ഞാൻ രാവിലെ തന്നെ കുളിക്കുന്നതിൻ്റെ മുന്നേ അലക്കലൊക്കെ കഴിയും കേട്ടോ. അങ്ങനെ കുറേ അലക്കാനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അലക്കി കഴിഞ്ഞ് തോരടലും കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ചോറിനുള്ള അരി ഇട്ടു. ഇനി അതവിടെ വേവട്ടെ. പിന്നെ വിഷ്ണുവിന് സൂര്യമോൾക്കും ഉണ്ട്, സൂര്യമോൾക്ക് അംഗൻവാടി ഉണ്ട്, വിഷ്ണുവിന് സ്കൂളുണ്ട്. ഓലെ 2 ആളെ ചായയുടെയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. രാവിലെ തന്നെ ഞാൻ സൂര്യമോളെ കുളിപ്പിക്കും, കാരണം ഓളെ മുടി ഉണങ്ങി കിട്ടണില്ല. മുടി ഉണങ്ങാതെ കെട്ടിയിട്ട് മുടി ഒരു ഒരയാണ്, നല്ല ഒരയാണ്. കായ എന്ന് പറയും കേട്ടോ. അങ്ങനെ കൂട്ടുകാർക്ക് അറിയില്ല, തലയിൽ മുടിയിൽ കായ ഉണ്ടാവുകയാണ് ഒരായതുകൊണ്ട് തന്നെ. അങ്ങനെ മക്കളെ ചോറൂറ്റൽ കഴിഞ്ഞു. സൂര്യമോളെ വിഷ്ണു ചായ കുടിച്ചതിന് ശേഷം ഞങ്ങൾ സൂര്യമോളൊക്കെ അംഗൻവാടിയിൽ കൊണ്ടാക്കി പോരുന്നുണ്ട്. വിഷ്ണു സ്കൂൾക്ക് പോയി പോരുന്ന വഴിക്കാണ് അവിടെ ഒരു കാക്കക്കുട്ടീനെ കണ്ടത്. കൂട്ടുകാർ ശ്രദ്ധിച്ചോ? ഈ ഒരു കാക്കക്കുട്ടീൻ്റെ അമ്മ ഉണ്ട് ആ മരക്കൊമ്പിൽ കരഞ്ഞിരിക്കണം. അപ്പോൾ ഒരു പേടി ഞങ്ങൾക്കും, കാരണം ഇതിലിങ്ങനെ നടക്കുമ്പോൾ കാക്ക തലയിൽ കയറി കൊത്തുമോ തലയിൽ വന്നിരിക്കുമോ എന്നൊക്കെ ഒരു പേടിയിട്ടാണ് കാക്കേൻ്റെ അമ്മ. പിന്നെ ഞാൻ വീഡിയോ എടുത്തത് വൈകുന്നേരം. പിന്നെ എനിക്ക് രാവിലത്തെ അടുക്കള പണിയുള്ളൂ കേട്ടോ രാവിലെ. പിന്നെയെന്ന് പറഞ്ഞാൽ കറി ഉപ്പേരിയും ഐശ്വര്യം ഇവിടെ ഉള്ളതുകൊണ്ട് ഓളുണ്ടാക്കും കേട്ടോ. അങ്ങനെ പച്ചക്കറിയൊക്കെ വന്നിരുന്നു. പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കൊട്ടയൊക്കെ വെക്കുകയാണ് കേട്ടോ, പച്ചക്കറി കൊട്ടയൊക്കെ. ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ ഞാൻ വൈകുന്നേരം എടുത്ത വീഡിയോ ആണ് കേട്ടോ. പിന്നെ വൈകുന്നേരത്ത് എനിക്ക് കറി ഉണ്ടാക്കാനും ഉപ്പേരി ഉണ്ടാക്കാനും ഇല്ലാത്തതുകൊണ്ട് ആ ഒരു വീഡിയോ ഒന്നും ഇനി കൂട്ടുകാർ ചിലപ്പോൾ അങ്ങനെ ഇങ്ങനെയൊന്നും കാണൂല. പിന്നെ എന്താ വെച്ചാൽ ഞാൻ ചില ദിവസങ്ങളിൽ വീട്ടിലും ഉണ്ടാവലില്ല കേട്ടോ, ഉച്ച സമയത്തൊക്കെ. അതുകൊണ്ടാണ് ഉച്ചകത്തെ വിശേഷങ്ങളൊന്നും ആയിട്ട് ഞാൻ വരാത്തത്. പിന്നെ എന്താ ഏതാന്നൊക്കെ ഞാൻ വഴിയെ പറയാതിരിക്കണത് ശരിയല്ലല്ലോ, അതൊക്കെ പറയാം കേട്ടോ. അങ്ങനെ പച്ചക്കറി കൊട്ടയ്ക്ക് ഞാൻ പച്ചക്കറിയാക്കാണ്. ക്യാരറ്റും ചെറിയ ഉള്ളിയും ഉണ്ട്. ഇനിയിപ്പോൾ ഉപ്പേരി ഉണ്ടാക്കാണ്ട്
കറി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. എന്താ ഇപ്പോൾ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കുറേ നേരം ആലോചിച്ചിട്ടോ. പച്ചക്കറി ഉണ്ടായാലും ഒരു ആലോചനയാണ് വീട്ടമ്മമാർക്കൊക്കെ അല്ലേ. അങ്ങനെ ഞാൻ നിലത്ത് അതേപോലെ പടിഞ്ഞങ്ങോട്ട് ഇരുന്നതാണ് കേട്ടോ. ഒരു മുറത്തിലേന്ന് പച്ചക്കറി ആക്കി വെച്ചത്. ഞാൻ വന്നപ്പോഴത്തേനും ഐശ്വര്യ രാജുവൊക്കെ പച്ചക്കറി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്കത് പച്ചക്കറി കൊട്ടേക്ക് ആക്കേണ്ട പണിയുള്ളായിരുന്നു. പിന്നെ തുടക്കൽ കഴിഞ്ഞു, അടിച്ചു വാരൽ കഴിഞ്ഞു, അങ്ങനത്തെ ചില്ലറ പണികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ കറി എന്തുണ്ടാക്കാമെന്ന് വിചാരിച്ച് ആലോചിച്ച് നിൽക്കുന്നു കേട്ടോ. അപ്പോഴാണ് അവിടെ ചെമ്പട്ടിയിൽ മത്തൻ്റെ ഇല കണ്ടത്. അപ്പോൾ അത് ചേച്ചി കൊണ്ടുവന്നതായിരുന്നു കേട്ടോ മത്തൻ്റെ ഇല. അപ്പോൾ അത് ഒന്നില്ലെങ്കിൽ ഉപ്പേരിയൊക്കെ അല്ലെങ്കിൽ കറി ഉണ്ടാക്കുക, കഞ്ഞിവെള്ളം ഒഴിച്ചാണ്ട് എന്ന് കരുതുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ കാട്ടണം. അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ വീടും വിശേഷങ്ങളൊക്കെ. കൂട്ടുകാർക്ക് ഇന്നത്തെ വീടും വിശേഷങ്ങളൊക്കെ ഇഷ്ടമായെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് അടിക്കണേ. ഇനി വീഡിയോ എടുത്ത് നിൽക്കാനൊന്നും നേരമില്ല. അത് ഞാൻ കറി ഉണ്ടാക്കാൻ നോക്കട്ടെ കേട്ടോ. ഇനി എന്തായാലും അടുത്ത നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. ഇരുട്ടായി തുടങ്ങിയത്. ഞാൻ വൈകുന്നേരത്താട്ടോ എഡിറ്റ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യുന്നത്, ബൈക്കായിട്ടും ഓട്ടോറിക്ഷ ആയിട്ടും. പിന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒച്ച കേൾക്കുന്നുണ്ട്. ഞാൻ ചോറ് ഊറ്റാൻ നോക്കട്ടെ കേട്ടോ. ഇനി എന്തായാലും അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ടാറ്റ ബൈ.